ഹലോ മക്കളെ, 8ാം ക്ലാസ് പരീക്ഷയിൽ എല്ലാ വർഷവും ഫ്രേസൽ വേർബ്സിന് ഒരു ചോദ്യം വരാറുണ്ട്. 3 മാർക്കിന് അല്ലെങ്കിൽ 4 മാർക്കിനാണ് വരിക. മിക്ക കുട്ടികൾക്ക് അതൊരു ബുദ്ധിമുട്ടുള്ള സംഗതിയാണ്, കാരണം ഫ്രേസൽ വേർബ്സ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് അറിയില്ല. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ആ ഒരു പ്രശ്നം കൊണ്ട് തീർക്കാൻ പോവാണ്. ഫ്രേസൽ വേർബ്സിന് എങ്ങനെ ചോദ്യം വന്നാലും ഉത്തരം കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ അതിന് നമുക്ക് ആവശ്യമുള്ളത് ഈ തിയറിയും ഫ്രേസൽ വേർബ്സിൻ്റെ അർത്ഥം മാത്രം പഠിക്കലല്ല, മാക്സിമം ചോദ്യങ്ങളിലൂടെ പഠിക്കുകയാണ്. അപ്പോൾ ആ ഒരു കാര്യമായിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത്. വെറുതെ തിയറി മാത്രമല്ല, ഫ്രേസൽ വേർബ്സിൻ്റെ അർത്ഥം മാത്രമല്ല പഠിക്കുക, അത് ചോദ്യങ്ങളിൽ ഉപയോഗിച്ച് എങ്ങനെ അത് ഉപയോഗിക്കണം എന്നുള്ള കാര്യം നമുക്ക് പഠിക്കണം. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാൻ പോകും, നമ്മൾ ഇത്രയും ഫ്രേസൽ വേർബ്സിൻ്റെ അർത്ഥം ഒന്ന് പെട്ടെന്ന് പഠിച്ചേക്കാം. ഗെറ്റ് ഓൺ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? ടു ബോർഡ് ഓർ എൻറ്റർ എ വെഹിക്കിൾ. ഫോർ എക്സാമ്പിൾ, ഐ യൂഷ്വലി ഗെറ്റ് ഓൺ ദ ബസ് അറ്റ് ദി കോർണർ. അപ്പോൾ ഞാൻ ബസ്സിൽ കയറാറുണ്ട് എന്നാണ് ഗെറ്റ് ഓണിൻ്റെ അർത്ഥം. വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് അല്ലേ? ഗിവ് അപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? തോൽവി സമ്മതിക്കുക, വിട്ടുകൊടുക്കുക. ടു സ്റ്റോപ്പ് ഡൂയിങ് സംതിങ് ഓർ സറണ്ടർ. ആഫ്റ്റർ ട്രൈയിങ് ഫോർ അവേഴ്സ് ഷീ ഡിസൈഡഡ് ടു ഗിവ് അപ്പ് ഓൺ ഫിക്സിംഗ് ദി ബ്രോക്കൺ ലാൻഡ്. അവൾ തോൽവി സമ്മതിച്ചു, ഗിവ് അപ്പ്, ഐ ഗേവ് അപ്പ്. ഓക്കെ, ഞാൻ തോൽവി സമ്മതിച്ചു. മൂവ് അവേ, ടു ലീവ് എ പ്ലേസ് ഓർ ക്രിയേറ്റ് ഫിസിക്കൽ ഓർ ഇമോഷണൽ ഡിസ്റ്റൻസ്. ഞാൻ അവിടെ വിട്ടുപോയി, അത്രേ ഉള്ളൂ. ദേ ഡിസൈഡഡ് ടു മൂവ് അവേ ഫ്രം ദി നോയ്സി സിറ്റി ടു ക്വയറ്റ് കൺട്രി സൈഡ്. അവിടുന്ന് മാറി നിന്നു. ഇനി മനസ്സിലാക്കേണ്ട കാര്യം, എല്ലാ ഫ്രേസൽ വേർബ്സിനും ഈ അർത്ഥങ്ങൾ മാത്രമല്ല, ചില സാഹചര്യങ്ങളിൽ വേറെ വേറെ അർത്ഥങ്ങളുണ്ടാവും. അത് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. സെറ്റ് ഔട്ട്. സെറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ ഇറങ്ങി പുറപ്പെട്ടു എന്നാണ്. ഐ സെറ്റ് ഔട്ട് ടു ദി സ്കൂൾ ടുഡേ മോർണിംഗ്, അല്ലേ? ടു ബിഗിൻ എ ജേർണി ഓർ എൻ ആക്ടിവിറ്റി. വി സെറ്റ് ഔട്ട് ഏർലി ഇൻ ദ മോർണിംഗ് ടു ക്ലൈം ദി മൗണ്ട്. ഇറങ്ങി പുറപ്പെട്ടു, അത്രേ ഉള്ളൂ. ലുക്ക് ഫോർ, തപ്പുക. ഓക്കെ, ടു സെർച്ച് ഫോർ സംതിങ് ഓർ സമ്മൺ. ഷീ ഈസ് ലുക്കിംഗ് ഫോർ ഹെർ ലോസ്റ്റ് കീസ് ഓൾ ഓവർ ദി ഹൗസ്. ഇനി ഇത് ഉപയോഗിച്ചിട്ട് ചോദ്യങ്ങൾ ചെയ്യണം, എന്നാലും നിങ്ങൾ ശരിക്കും പഠിക്കും. ഇതിന് അർത്ഥം മാത്രം പഠിച്ചിട്ട് കാര്യമില്ല, അത് ബൈഹാർട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. ചോദ്യം ഇങ്ങനെ ആയിരിക്കും വരിക: ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് വിത്ത് അപ്രോപ്രിയേറ്റ് ഫ്രേസൽ വേർബ്സ്. നമ്മൾ ഈ പഠിച്ച ഫ്രേസൽ വേർബ്സ് വെച്ചിട്ട് നിങ്ങൾ ഇവിടെ ഫിൽ ഇൻ ചെയ്യും. റോസ വാക്ക് ടു ദി ബസ് സ്റ്റോപ്പ് ആൻഡ് ഡാഷ് എ ബസ്. ലുക്കിംഗ് ഫോർ എ ബസ് ആണോ? ഗിവ് അപ്പ് ആണ്. ഗിവ് എന്ന് പറഞ്ഞാൽ തോൽവി സമ്മതിക്കുക എന്നാണ്. മൂവ്ഡ് അവേ ആണോ? ഗോട്ട് ഓൺ ആണോ? സെറ്റ് ഔട്ട് ആണോ? സെറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ ഇറങ്ങി പുറപ്പെട്ടു എന്നാണ്. ബസ്സിൽ കയറി എന്നാണ് വേണ്ടത്. അപ്പോൾ ആൻസർ എന്തായിരിക്കും? ഗോട്ട് ഓൺ എന്നാണ് വേണ്ടത്. അപ്പോൾ എഴുതി വെക്കുക, ഗോട്ട് ഓൺ. ബസ്സിനുള്ളിൽ കയറി. അപ്പോൾ ഉപയോഗിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ ടിക്ക് ഇട്ട് വെക്കുക കേട്ടോ, കാരണം ഇനി ഉപയോഗിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, ബ്ലാക്ക് പാസഞ്ചേഴ്സ് ഹാഡ് ടു ഡാഷ് ദെയർ സീറ്റ്സ് വെൻ വൈറ്റ് പാസഞ്ചേഴ്സ് കെയിം ഇൻ. അവർ സീറ്റ് വിട്ടുകൊടുക്കേണ്ടി വന്നു എന്നായിരിക്കുമല്ലോ കോണ്ടെക്സ്റ്റ്. അപ്പോൾ കോണ്ടെക്സ്റ്റ് ഓർത്ത് വെക്കണേ, ബ്ലാക്ക് പാസഞ്ചേഴ്സ് വിട്ടുകൊടുക്കേണ്ടി വരിക. ഏതാണ്? ഗിവ് അപ്പ്. അപ്പോൾ ഗിവ് അപ്പിന് തോൽവി എന്ന് മാത്രമല്ല, തോൽവി സമ്മതിക്കാൻ മാത്രമല്ല, വിട്ടുകൊടുക്കുക, സറണ്ടർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ആ അർത്ഥമുണ്ട്, അതാണ് ഇവിടെ ഉള്ളത്. ഗിവ് അപ്പ്. Black passengers had to give up their seats when white passengers came. അതും കഴിഞ്ഞു. നെക്സ്റ്റ്, ഈച്ച് ടൈം എ white passenger climbed into the bus, a black passenger got up from a seat and moved away എന്നായിരിക്കൂലേ, നടന്ന് മാറിക്കൊടുത്തു അല്ലേ? അത്രേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ലുക്കിംഗ് ഫോർ വരുമോ? സെറ്റ് ഔട്ട് എന്ന് വരുമോ? സെറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ ഇറങ്ങി പുറപ്പെട്ടു എന്നല്ല, അതുള്ളത് മാറിക്കൊടുത്തു എന്നല്ലേ. അപ്പോൾ ആൻസർ എന്തായിരിക്കും? മൂവ്ഡ് അവേ ആണ് വരിക. മൂവ്ഡ് അവേ. He bundled up in his raincoat and his hat, his scarf and his mittens and his boots too, and dashed to find the little red house. Little red house-നെ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ടു. ലുക്കിംഗ് ഫോർ ആണോ സെറ്റ് ഔട്ട് ആണോ? ആൻഡ് ലുക്കിംഗ് ഫോർ ടു എന്ന് പറഞ്ഞു വരില്ല, സെറ്റ് ഔട്ട് ടു അല്ലേ? ആൻസർ എന്താണ്? സെറ്റ് ഔട്ട് ടു ഫൈൻഡ് ദ ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസ്. അത്രേ ഉള്ളൂ. ഫ്യോക്ല. ഇനിയിപ്പോൾ എന്താണ്? ഓബ്വിയസ്ലി ലുക്കിംഗ് ഫോർ ഉണ്ടാവും. എന്നാലും നോക്കാം. എ ലിറ്റിൽ ഗേൾ ഓഫ് 6 ഇസ് റണ്ണിങ് ത്രൂ ദ വില്ലേജ് ഡാഷ് ടെറൻറ്റി, ലുക്കിംഗ് ഫോർ ടെറൻറ്റി ദ കോബ്ലർ. ഇത്രേ ഉള്ളൂ സംഗതി, ലുക്കിംഗ് ഫോർ. അപ്പോൾ അർത്ഥങ്ങൾ വെച്ചിട്ട് എങ്ങനെ ഫില്ല് ചെയ്യാമെന്ന് മനസ്സിലായല്ലോ. സാർ, ഈ ഫ്രേസൽ വേർബ്സ് മാത്രമാണ് പരീക്ഷയിൽ വരിക? അല്ല, നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് കുറച്ചും കൂടി ഫ്രേസൽ വേർബ്സ് പഠിക്കാനുണ്ട്. അതും കൂടി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെറ്റാണ്. അപ്പോൾ രണ്ടാമത്തെ സെറ്റ് ഓഫ് ഫ്രേസൽ വേർബ്സ് പിടിച്ചോളൂ. റൺ ത്രൂ എന്ന് പറഞ്ഞാൽ ടു പാസ് ക്വിക്ലി ത്രൂ എ പ്ലേസ് ഓർ ക്വിക്ലി ഗോ ഓവർ സംതിങ്. ബിഫോർ ദ പ്രസൻറ്റേഷൻ ഐ റാൻ ത്രൂ മൈ നോട്ട്സ് വൺ ലാസ്റ്റ് ടൈം. ഇപ്പോൾ ക്ലാസ് എടുക്കാൻ വരുന്നതിന് മുമ്പ് ഐ റാൻ ത്രൂ, ഞാൻ ഈ നോട്ട്സിനോട് റാൻ ത്രൂ എന്ന് പറഞ്ഞാൽ ഓടി എന്നാണോ? അല്ല, ഞാനൊന്ന് ഓടിച്ച് നോക്കി. ഐ റാൻ ത്രൂ മൈ ഡോക്യുമെൻറ്റ്സ്, ഞാൻ എൻ്റെ ഡോക്യുമെൻറ്റ്സിലോട് ഒന്ന് ഓടിച്ച് നോക്കി, അതാണ് അതിൻ്റെ അർത്ഥം. നെക്സ്റ്റ്, pull out എന്ന് പറഞ്ഞാൽ to remove something from a tight or enclosed space. He pulled out his wallet to pay for groceries. wallet pull out ചെയ്തെടുത്തു, അത്രേ ഉള്ളൂ. sit down, ഇരിക്കുക. to take a seat or position. please sit down and make yourself comfortable. വളരെ സിമ്പിൾ ആയിട്ട് കാര്യമാണ്. hold on, അത് പിടിച്ചു നിൽക്കുക. to grasp on something tightly or to wait. രണ്ട് രീതിയിൽ അർത്ഥമുണ്ട്. hold on to the railing by climbing the stairs. അതായത് റെയിലിംഗ്, ക്ലൈംബിംഗ് സ്റ്റെയർ കേസ് കയറുമ്പോൾ ആ ഒരു സൈഡിലുള്ള സാധനം പിടിച്ച് ഹോൾഡ് ഓൺ ചെയ്യുക.
ആ ഒരു അർത്ഥമുണ്ട്. വേറൊരു അർത്ഥമുണ്ട്. അതെന്താണ്? നിങ്ങളിപ്പോൾ എന്താണ് ഭയങ്കര പേടിച്ചിരിക്കുകയാണ്. ഓക്കെ, പേടിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങളോട് പറയും ഹോൾഡ് ഓൺ, ഡോണ്ട് വറി, പേടിക്കണ്ട, വെയിറ്റ് ചെയ്യുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു വെയിറ്റ് എന്നുള്ള അർത്ഥമുണ്ട്. ഓക്കെ, ട്രെയിൻ വരും, ഹോൾഡ് ഓൺ, വെയിറ്റ് ചെയ്യും. ടേക്ക് ഔട്ട്, ഇറക്കുക, അത്രേ ഉള്ളൂ. ടു റിമൂവ് സംതിങ് ഫ്രം എ പ്ലേസ് ഓർ കണ്ടെയ്നർ. ഷീ ടുക്ക് ഔട്ട് ഹെർ ഫോൺ ടു ചെക്ക് ദ ടൈം. എടുത്തു പുറത്തേക്ക്. സ്ട്രേറ്റ് ഫോർവേഡാണ്. ഓക്കെ, ഇനി ഇത് ഉപയോഗിക്കാൻ പഠിക്കണം, കാരണം അല്ലാണ്ട് കാര്യമില്ല. അപ്പോൾ ഇതേ കാര്യങ്ങൾ ഉപയോഗിക്കാൻ പോവാണ് നമ്മുടെ സെൻറ്റൻസിൽ. നിങ്ങൾക്ക് വേണം എൻ്റെ കൂടെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഫ്യോക്ല, എ ലിറ്റിൽ ഗേൾ ഓഫ് 6, ഈസ് ഡാഷ് ദ വില്ലേജ് ലുക്കിംഗ് ഫോർ ടെറൻറ്റി. ഈസ് ഹോൾഡ് ഓൺ, സാറ്റ് ഡൗൺ, പുൾ ഔട്ട്, ടേക്സ് ഔട്ട്, റണ്ണിങ് ത്രൂ. സാർ ഇപ്പോൾ റണ്ണിങ് ത്രൂ നേരത്തെ പറഞ്ഞ സെൻറ്റൻസ് മീനിങ് ബുക്ക് ഇങ്ങനെ നോക്കുക, അല്ലെ പ്രസൻറ്റേഷൻ നോക്കുക എന്നാണല്ലോ. അതുകൊണ്ട് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഫ്രേസൽ വേർബ്സിന് പല പല അർത്ഥങ്ങളുണ്ടാവും. സ്റ്റാൻഡേർഡ് അർത്ഥങ്ങൾ പഠിച്ചു, പക്ഷേ അതിന് വേറെ വേറെ അർത്ഥങ്ങളുണ്ട്. സാർ അതെങ്ങനെ മനസ്സിലാവുക? അതിങ്ങനെ വെറുതെ ഇട്ട് നോക്കിയാൽ മതി. ഏതാണോ ഏറ്റവും ഉചിതം നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൽ വേറൊന്നും വർക്കാവില്ല. ഹോൾഡ് ഓൺ വർക്കാവോ? ഹോൾഡ് ഓൺ ദ വില്ലേജ് ഇല്ല. സാറ്റ് ഡൗൺ ദ വില്ലേജ്, പുൾ ഔട്ട് ദ വില്ലേജ്, ടേക്സ് ഔട്ട് ദ വില്ലേജ് ഒന്നും വർക്കാവുന്നില്ല. പക്ഷേ റണ്ണിങ് ത്രൂ ദ വില്ലേജ് വർക്കാവുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലാണ് ആലോചിക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ചോദ്യം 1, ഇത് 2, 3, ഇത് 4, ഇത് 5. ഫസ്റ്റ് ചോദ്യം എന്താണ്? റണ്ണിങ് ആണ്. സിമ്പിൾ. ഓക്കെ, റണ്ണിങ് ത്രൂ എന്നാണ് ഫുൾ ഉണ്ട്. റണ്ണിങ് ത്രൂ. Danila stuck his hand into a hole in a tree and he can't get it out. Come along, uncle, do be kind and dash his hand. ഈ കൈ പുറത്തേക്ക് എടുക്കുക. ഹോൾഡ് ഓൺ ആണോ? അല്ല. സാറ്റ് ഡൗൺ ആണോ? പുൾ ഔട്ട് ആണോ? പുറത്തേക്ക് വലിക്കുക. യെസ്, ഇത്രേ ഉള്ളൂ സംഗതി. ഓക്കെ, ഇതിൽ കൂടുതലൊന്നുമില്ല. പുൾ ഔട്ട്, ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ. റോസ walked to the bus stop and got on a bus. There were many vacancies. കുറേ വേക്കൻസീസ് ഉണ്ടായിരുന്നു. She paid her fare and dash in the nearest seat. 200 എന്നായിരിക്കില്ലേ? ഏതായിരിക്കും? ഹോൾഡ് ഓൺ ആണോ? സാറ്റ് ഡൗൺ. ഇത്രയേ ഉള്ളൂ. കഴിഞ്ഞു. അടുത്തത്. Castillo had a firm grip around Carabello's neck. Carabello, who had been on watch when accident occurred, was wearing his life jacket. He yelled, dash tight Castillo. Hold on. അല്ലേ? ടേക്സ് ഔട്ട് സൈറ്റ് എന്നാണ് വരിക. അല്ലേ? ഹോൾഡ് ഓൺ, പിടിച്ച് നിൽക്ക്, നന്നായി പിടിച്ച് ടൈറ്റായിട്ട് നിൽക്കുന്നതാണ്. അല്ലേ? നമ്മൾ ഓൾറെഡി പറഞ്ഞത് തന്നെയാണ് ഹോൾഡ് ഓൺ. അപ്പോൾ ഹോൾഡ് ഓൺ 4. നെക്സ്റ്റ് പറ. പിന്നെ ഓൾറെഡി എന്തായിരിക്കും? ടേക്സ് ഔട്ട് എന്നായിരിക്കും. ഡാനില ടേക്സ് ഔട്ട് ഓഫ് ഹിസ് ബാഗ് എ പീസ് ഓഫ് ബ്രെഡ്. സിമ്പിൾ. അവസാനത്തെ വരുന്നത് വളരെ സിമ്പിളാണ്. അവസാനത്തെ വരുന്നത് മാച്ച് ആവുന്നില്ലെങ്കിൽ അർത്ഥം നിങ്ങൾ വേറെ എന്ത് തെറ്റുണ്ടാക്കിയതാണേ. അതും കൂടി നിങ്ങൾ മനസ്സിൽ വെച്ചേക്കുക. അവസാനത്തെ വരുന്ന മാച്ച് ആയില്ല, അതിൻ്റെ അർത്ഥം നിങ്ങൾ എന്താ തെറ്റുണ്ടാക്കിയത്. അപ്പോൾ ഫുൾ ഒന്നുകൂടി വായിച്ച് നോക്കണം. ക്ലിയർ ആണല്ലോ? ലാസ്റ്റ് സെറ്റ് ഫ്രേസൽ വേർബ്സ് ഞാൻ പഠിപ്പിക്കും, പക്ഷേ ഇതിൻ്റെ ചോദ്യം നിങ്ങൾ സ്വന്തം ചെയ്യണം. ഓക്കെ, കെയിം ഫോർവേഡ് എന്ന് പറഞ്ഞാൽ ടു ഓഫർ ഹെൽപ്പ് ഓർ ഇൻഫർമേഷൻ. സെവറൽ വിറ്റ്നസസ് കെയിം ഫോർവേഡ് ടു പ്രൊവൈഡ് ഡീറ്റെയിൽസ്. അവർ മുന്നോട്ട് വന്നു ഹെൽപ്പിന് വേണ്ടിയിട്ട് കേട്ടോ. ഇത്രേ ഉള്ളൂ. ബ്രോട്ട് അബൌട്ട് എന്ന് പറഞ്ഞാൽ ടു കോസ് സംതിങ് ഓർ ടു ഹാപ്പൻ. ദ ന്യൂ ലോ ബ്രോട്ട് അബൌട്ട് സിഗ്നിഫിക്കൻറ്റ് ചേഞ്ചസ് ഇൻ ദി എഡ്യൂക്കേഷൻ സിസ്റ്റം. അപ്പോൾ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഈ പുതിയ ലോ എന്നാണ് കുറേ മാറ്റങ്ങൾ കൊണ്ടുവന്നു. ഓക്കെ, വെൻറ്റ് ഓൺ ടു കണ്ടിന്യൂ ഓർ ഹാപ്പൻ. ദ മീറ്റിംഗ് വെൻറ്റ് ഓൺ ഫോർ 3 hours. അപ്പോൾ നടന്നുകൊണ്ടേയിരുന്നു. 3 മണിക്കൂർ ഇങ്ങനെ കണ്ടിന്യൂസ്ലി നടന്നുകൊണ്ടിരുന്നു. വെൻറ്റ് ഓൺ എന്ന് പറഞ്ഞാൽ ഗോ ഓണിൻ്റെ പാസ്റ്റ്. അപ്പോൾ ഗോ ഓൺ എന്ന് പറഞ്ഞാലും സെയിം അർത്ഥമാണ് കേട്ടോ. ഗോ ഓൺ, നടന്നുകൊണ്ടിരിക്കുക. ഒരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുക, ഗോ ഓൺ. പുട്ട് അക്രോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെ എടുത്തെറിഞ്ഞു എന്നാണോ? അല്ല. പുട്ട് അക്രോസ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ടു എക്സ്പ്ലെയിൻ ഓർ കമ്മ്യൂണിക്കേറ്റ് എൻ ഐഡിയ ക്ലിയർലി. To teacher put across the concept of fractions very effectively. Alex sir put across the concept of phrasal verbs very effectively. മനസ്സിലാവുന്നുണ്ടോ? ഇത് ഉപയോഗിച്ചിട്ട് നിങ്ങളിത് ഫില്ല് ചെയ്ത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇതും കൂടി നിങ്ങൾക്ക് കറക്റ്റ് കിട്ടുകയാണെങ്കിൽ മക്കളെ ഇംഗ്ലീഷ് ഗ്രാമറിൽ ഫ്രേസൽ വേർബ്സ് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവില്ല. നിങ്ങൾ അതിൽ ഫുൾ മാർക്ക് മേടിച്ചിട്ടായിരിക്കും വരാൻ പോകുന്നത്. ക്ലിയർ ആണല്ലോ? റെഡി ആണല്ലോ? യൂസ്ഫുൾ ആണെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റിനോടൊപ്പം തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മടിക്കരുത്. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.